Hello, dear one. So again, we are with the textbook, Multiple Modernities Readings on Kerala. So in the last class, we have been discussing one poem. We just started one poem, but not the line-by-line description, but something we talked in general about the writer. We introduced the writer, and I think you just grasped some of the ideas that I really try to convey in the previous class. So if you have not understood those, you have to go once more and listen to those, because without understanding the writer and the social situations that he really used to write, like he used to sing, especially this poem, you really need the social context of the poem. ഏതൊരു സാമൂഹിക അവസ്ഥയിൽ നിന്നുകൊണ്ടാണല്ലേ ആ ഒരു റൈറ്റർ അല്ലെ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താവ് അല്ലെ അദ്ദേഹം ഈ കവിത എഴുതിയതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലാകണ്ടെങ്കിൽ അല്ല ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. About my race, a song. That means I'm going to sing a song about my race. എന്റെ വർഗത്തെ പറ്റി ഞാൻ ഒരു കവിതയാണ് പറയാൻ പോകുന്നത്. A song. It comes in the form of a song. Of course, we know what a speciality that a song has compared to a preaching ഒരു പ്രഭാഷണം ഒരു preaching അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിന്നും ഒരു ഗദ്യ രൂപത്തിലുള്ള ഒരു പ്രോസി രൂപത്തിലുള്ള അതിൽ നിന്നും ഒരു സോങ് എങ്ങനെ ഡിഫറെന്റ് ആവുന്നു എന്ന് നമുക്ക് അറിയാം എങ്ങനെയാണ്. Because of course, if you really want to teach a person something, the easiest way is to teach in the form of a poem. Then it has what we can say the direct access to your heart and your soul. നിങ്ങളുടെ ഹൃദയത്തിലോട്ട് അതിനെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്സസ് കിട്ടാണ് ഒരു പ്രവേശനം ഉണ്ടാവും. കവിതാരൂപത്തിലല്ലേ എന്തെങ്കിലും എഴുതുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ചൊല്ലാൻ രൂപത്തിൽ ഒരു ഇങ്ങനെ പാടാനുള്ള രൂപത്തിൽ ഒരു സോങ്ങിന്റെ രൂപത്തിൽ എഴുതുമ്പോഴാണ് എന്തെങ്കിലും കഠിനമായിട്ടുള്ളതോ ആളുകളെ മനസ്സിലാക്കാൻ പ്രയാസമുള്ളതോ മനസ്സിലാക്കാനും നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളതും അങ്ങനെ ഒരു ഹാർഡ് റിയാലിറ്റി ഓഫ് ലൈഫ് ആണ്. സോ അത് കവിതാരൂപത്തിൽ വരുമ്പോൾ ആണ് മനസ്സിലാകുക. കാരണം നമ്മളല്ലേ പഴയ കാലത്തൊക്കെ നോക്കിയാൽ മതി, നിങ്ങൾ കഠിനമായിട്ടുള്ള പല ഫിലോസഫീസ് അബൌട്ട് ലൈഫ് അതൊക്കെയും കവിതാരൂപത്തിലായിരിക്കും, ഗദ്യരൂപത്തിൽ എഴുതിയത് വായിക്കാനും ആ ഒരു താളബോധത്തോടെ വരുന്ന ഒരു കാര്യം ഓഫ്കോഴ്സ് നമ്മുടെ ഹൃദയത്തിലോട്ട് നേരിട്ട് എത്തും എന്നുള്ളതാണ്. റിലീജിയസ് ആയാലും ഐഡിയസ് ആയാലും എന്ത് തന്നെ ആയാലും. അതുകൊണ്ട് തന്നെ കവിതയിലൂടെ എന്ത് ചെയ്യാം, സമൂഹത്തെ ഉദ്ബോധിപ്പിക്കുക എന്നുള്ളത് ആ ഒരു നവോത്ഥാന കാലഘട്ടത്തിലൊക്കെ ഒരു ചിന്തയായിരുന്നു അവരല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കവിതകൾ കവിതകൾ രൂപത്തിൽ എഴുതിയാൽ എന്ത് ചെയ്യും, എല്ലാവരും അത് വേഗം എളുപ്പത്തിൽ നമുക്ക് ആ ഒരു താളത്തിൽ ഓർത്ത് വെക്കാനും പറ്റും. നമുക്കത് അതിനോടൊരു ഇൻട്രസ്റ്റ് വരികയും ചെയ്യില്ല. ബിക്കോസ് ഓഫ് ദ what you can say the bias towards a particular rhythm അത് നമ്മളെ ഹൃദയത്തിലോട്ട് വേഗം എത്തിച്ചേരും എന്നുള്ളതാണ്. സോ ഞാനും എന്താണ് ചെയ്യുന്നത്, ഐ എം ഓൾസോ ഗോൺ ടു ട്രൈ that trick out in order to make the plight of my race and reveal towards the world ആ ഒരു ലോകത്തിന് മുമ്പിൽ എൻ്റെ വർഗത്തിന്റെ അവസ്ഥ തുറന്നു കാണിക്കാം. പിന്നെ എന്ത് ചെയ്യണം, എൻ്റെ വർഗത്തിന്റെ അവസ്ഥ അവർക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവണം. They have to be aware of the condition. Then only there will be a possibility that there can a change pass through the lives എന്നുള്ളതാണ്. അവരുടെ ആ ഒരു പ്ലൈറ്റ് ആ ഒരു ദുരവസ്ഥ അതെന്തായാലും മാറണം. Because the whole world everything changes and nothing stays, nothing is stagnant, everything flows. But my race അത് മാത്രം എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല എന്നുള്ളതാണ്. സോ അത് മാറണം സോ ദിസ് സോങ് ഇസ് both for his own race and also for the world to understand there is a particular race like this എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു റേസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് ലോകത്തെയും അറിയിക്കണം. ഏറ്റവും ആദ്യം ചേഞ്ച് മാറ്റത്തിലേക്കുള്ള പടി സ്റ്റെപ്പ് അതാണ്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദർ ഈസ് സംതിങ് ലൈക്ക് ദിസ് ഈ ഒരു റേസ് ഇവിടെ ഉണ്ട് എന്നുള്ളത്. എങ്കിലേ നമുക്ക് എന്തെങ്കിലും അവിടെ നിന്നും
ചെയ്ത് മാറ്റത്തിലോട്ട് അവരെ കൊണ്ടുവരാൻ പറ്റും. സോ കവി അല്ലെ അതാണ് ചെയ്യുന്നത്, ആളുകളെ ബോധിപ്പിക്കുക അല്ലെ തൻ്റെ വർഗത്തെ പറ്റി. പിന്നെ തൻ്റെ വർഗത്തിലുള്ള ആളുകളുടെ ആ ഒരു മാറാത്ത അല്ലെ അവസ്ഥ, അതിന് കാരണം അവരുടെ ആറ്റിറ്റ്യൂഡും മെന്റൽ ആറ്റിറ്റ്യൂഡും കൂടിയാണ്. അതും ഒന്ന് അവരെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ അത് നമുക്ക് കവിത എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ നമുക്കല്ലേ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. പൊയ്കയിൽ അപ്പച്ചൻ 1879 to 1939. പൊയ്കയിൽ അപ്പച്ചൻ 1879 to 1939. Not a single word about my race is seen, but of other races I see histories in plenty. Histories in this world, each of them conceives two races, but then not a single word about my race. Alas, there was nobody here, no one at all in the past to write the story of this race of mine. The thought grieves me. Therefore let me add, in my own tune, a few notes. The story of how the earliest occupants came to be regarded as wretched in Kerala. I am not ashamed to unveil the weakness of my race, forever called the cursed progeny. All blame us with our hesitations. And are they to blame us till this earth and sky perish? How can God, He who gave shape to all, allow this to go on? Now it is time to move to the line-by-line description of the poem. So we have already explained the title of the poem. അല്ലെ, നമ്മുടെ കവിതയുടെ ടൈറ്റിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അദ്ദേഹം പറയുന്നത് എന്താണ്, എൻ്റെ വർഗത്തെ പറ്റി അല്ലെങ്കിൽ എൻ്റെ ജാതിയെ പറ്റി എന്നൊക്കെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സോ അത് നമ്മൾ ആൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ ബൈ ലൈൻ ആയിട്ട് അല്ലെ വേർഡ് ബൈ വേർഡ് ആയിട്ടൊന്ന് പരിശോധിക്കാം. കാരണം അല്ലെ എസ്സേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു കവിതയാണ്, അതിന് എസ്സേക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ ഒരു 4 പേജ് 5 പേജ് എഴുതി നിങ്ങൾ വെക്കേണ്ടതാണ് കൃത്യമായിട്ട്. സോ എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒന്ന് നോക്കാം. ഫസ്റ്റ് ആൻസർ നോക്ക്. Not a single word about my race is seen, but of other races I see histories in plenty. So അല്ല, നമ്മുടെ റൈറ്റർ, നമ്മുടെ ഈ ഒരു ലോവർ ക്ലാസ് കാറ്റഗറിയിൽ പെടുന്ന നമ്മുടെ എഴുത്തുകാരൻ അല്ലെ, അദ്ദേഹം എഴുത്തുകാരൻ എന്നുള്ളതിലപ്പുറം അല്ലെ ആ ഒരു സാമൂഹിക പരിഷ്കർത്താവ്. സോ അദ്ദേഹം എന്ത് ചെയ്യാണ്, ചരിത്രത്തിലേക്കൊന്ന് അല്ലെ ചരിത്രത്താളുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണ് അല്ലെ. ചരിത്രത്താളുകൾ അതിൽ ആരൊക്കെയാണുള്ളത് അല്ലെ, who are the included and who are the people who are excluded from that അല്ലെ pages of history എന്നുള്ളതാണ്. ഒരു അല്ലെ ദേശത്തിന്റെ ചരിത്രം എഴുതപ്പെട്ടാൽ അല്ലെ അതിൽ ആ ദേശത്തിന്റെ എല്ലാം അല്ലെ ഉൾക്കൊള്ളണം. ബട്ട് എവിടെ എൻ്റെ ചരിത്രം എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ എഴുത്തുകാരൻ പരിശോധിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ അല്ലെ what he couldn't see, not a single word about his race, not a single word about my race is seen. അല്ലെ എൻ്റെ റേസിനെ പറ്റി എന്തില്ല, ഒരു സിംഗിൾ വേർഡ് പോലും ഇല്ല എന്നുള്ളതാണ്. But of other races I see histories in plenty. But അല്ലെ മറ്റുള്ള റേസസ്, എസ്പെഷ്യലി ഹൈ അല്ലെ സ്റ്റാൻഡേർഡിലുള്ള റേസസ്, ഹൈ കാസ്റ്റ് പീപ്പിൾ അല്ല, അവരെ പറ്റി എന്തുണ്ട്, ഒരുപാട് അല്ലെ ചരിത്രം ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത് അല്ലെ, what may be the reason for things turned out to be like that? Because all the educated people were from high class, and these lower class people, they were not what we can say illiterate people, and they couldn't write anything. That's why all the folk songs, all the what we can say songs, stories of the poor people, farmer people, and all, they were just what we can say coming through years, coming through ages, through ഓറൽ ട്രഡീഷൻ അല്ലെ, ആ ഒരു വായ്മൊഴിയായിട്ടാണ് എന്ത് വന്നിട്ടുള്ളത് അല്ലെ, ഫോക്കുകൾ, അതായത് ഫോക്ക് ട്രഡീഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഫോക്ക് സോങ്സ് ആണെങ്കിലും അല്ലെ, പിന്നെ പഴയ കുറച്ച് കഥകളാണെങ്കിലും അല്ലെ, അങ്ങനെയുള്ളതൊക്കെ എഴുതി അല്ലെ വെച്ചിട്ടുള്ളതല്ല.
ഇപ്പോഴാണ് അതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, എഴുതാനൊക്കെ തുടങ്ങിയത് അല്ലെ. ഫോക്ക് സോങ്സ് ഒക്കെ നമ്മൾ രേഖപ്പെടുത്തി വെക്കാനൊക്കെ ഇപ്പോഴാണ് തുടങ്ങിയത്. പണ്ട് എന്തില്ല, അതൊക്കെ ഇങ്ങനെ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് വരികയാണ് ചെയ്യുക. അതിനെന്താണ് മെയിൻ ആയിട്ടുള്ള കാരണം? മെയിൻ ആയിട്ടുള്ള കാരണം ഇത് തന്നെയാണ്. ബിക്കോസ് ദേ വേർ ഇല്ലിറ്ററേറ്റ് പീപ്പിൾ എന്നുള്ളതാണ്. അവർ ഒരു എഴുത്തും വായനയും അറിയാത്ത ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് അത് വായ്മൊഴിയായിട്ട് പകർന്ന് കൊടുക്കുകയാണ്. ബട്ട് അതുപോലെയല്ല എന്ത് ഹൈ കാസ്റ്റ് ആൾക്കാരുടെ കാര്യം. അവര് എന്ത് ചെയ്തിട്ടുണ്ട്, അവരല്ലേ ആദ്യം മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വേദങ്ങളായിട്ടും അങ്ങനെ പലതായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഫിലോസഫീസും അവരുടെ ആശയങ്ങളും അവരുടെ കണ്ടുപിടുത്തങ്ങളും ഒക്കെ എഴുതി വച്ചിട്ടുണ്ട്, എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആരാൽ രേഖപ്പെടുത്തപ്പെട്ടത്? ഹൈ ക്ലാസ് ആൾക്കാർ സോ അപ്പൊ അവര് ജസ്റ്റ് ആരെ തന്നെയായിരിക്കും പ്രൊജക്ട് ചെയ്യുക, അവരുടെ കാര്യം മാത്രമേ അവരല്ലേ രേഖപ്പെടുത്തൂ. അല്ലാണ്ട് നാട്ടിലുള്ള ഒരു പറയന്റെ അല്ലെങ്കിൽ ഒരു പാണന്റെ ജീവിതം രേഖപ്പെടുത്തേണ്ട ആവശ്യമായിരിക്കില്ല, അവർക്കില്ല. കാരണം അവരുടെ സംസ്കാരം അത് ഒരു തലമുറ കൈമാറി വരുന്നത് അടുത്ത തലമുറയെ എങ്ങനെ ഫോളോ ചെയ്യണം എന്ന് കൃത്യമായിട്ടല്ലേ A+B² എന്നുള്ളത് പോലെ എഴുതി വെക്കുകയാണ് അവർ ചെയ്യുന്നത് അതുപോലെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ എന്തില്ല, ലോവർ ക്ലാസ് പീപ്പിൾ അവർക്കിടയിൽ ആരും എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, തൻ്റെ ആ ഒരു റേസിന്റെ വർഗത്തിന്റെ ചരിത്രം ആ ഒരു ചരിത്ര താളുകളിൽ എവിടെയും കാണാൻ ഇല്ല. But for the races I see histories in plenty in plenty ധാരാളമാണ് ഒരുപാടാണ് മറ്റുള്ള റേസിനെ പറ്റി കാണുന്നത്. വേദങ്ങളായിട്ടും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളായിക്കൊള്ളട്ടെ, നമ്പൂതിരി അല്ലെങ്കിൽ ബ്രാഹ്മിൻ ലൈഫ്സിനെ പറ്റിയുള്ളതായിക്കൊള്ളട്ടെ, എല്ലാത്തിനെ പറ്റിയും എന്തുണ്ട് കാണാനുണ്ട് ഒരുപാട്. ഇത്രയാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. സോ സെക്കൻഡ് സ്റ്റാൻസ നോക്കുക. Histories in this world, each of them conceives two races, but then not a single word about my race. So നോക്ക് എന്താ പറയുന്നത്, നമ്മൾ പറഞ്ഞല്ലേ ഇല്ലിറ്ററേറ്റ് പീപ്പിൾ ആണ്, ആര് ലോവർ ക്ലാസ് പീപ്പിൾ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല. അഥവാ ഒരു ഹൈ ക്ലാസ് ഒരു ബ്രാഹ്മണിന്റെ ഒരു സാൻസ്കൃത് വേർഡ് എങ്ങാലും ചെവിയിൽ വന്ന് പെട്ടുപോയാൽ അവന്റെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കലാണ്, അവന് ശിക്ഷയാണ്. സോ അതുകൊണ്ട് തന്നെ കുറെ വർഷങ്ങളായിട്ട് എന്തില്ല, വിദ്യാഭ്യാസം കിട്ടാത്ത ആൾക്കാരല്ലേ ഇല്ലിറ്ററേറ്റ് ആയിട്ട് വളരുകയായിരുന്നു നമ്മുടെ ലോവർ ക്ലാസ് പീപ്പിൾ. സോ ഹിസ്റ്ററീസ് ഇൻ ദിസ് വേൾഡ് ഈച്ച് ഓഫ് ദം കൺസീവ്സ് ടു റേസസ്. നമുക്കിപ്പോ ഈ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഒരുപാട് തലത്തിൽ പരിശോധിക്കാൻ പറ്റുന്നതാണ്, ഒരു മീനിങ് മാത്രമല്ല. കാരണം ഇവിടെ ടു റേസസ് എന്ന് പറയുമ്പോൾ അവിടെ ഏത് റേസസ് ആണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. സോ നമുക്ക് ടു റേസസ് എന്നുള്ളത് ഒരുപാട് ലെവലിൽ എടുക്കാം. നമുക്ക് നോക്കാം എന്തൊക്കെ ലെവലിൽ എടുക്കാമെന്ന്. So first of all, histories in this world, each of them conceives two races. So ഈ ലോകത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങളല്ലേ ഈ ലോകത്തിലുള്ളത് പരിശോധിക്കുകയാണെങ്കിൽ അത് രണ്ട് വർഗങ്ങളെ പറ്റിയുള്ളതാണെന്ന് പറയുന്നത്. സോ ഏതാണ് ആ രണ്ട് വർഗങ്ങൾ എന്ന് അവിടെ പറയുന്നില്ല. ഒന്നുകിൽ നമുക്ക് എന്തെടുക്കാം, അത് എന്തായിരിക്കാം, ഹൈ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ് എന്നുള്ള രീതിയിൽ എടുക്കാം. സോ ഹൈ ക്ലാസ് പീപ്പിൾ എഴുതുകയാണ് ചരിത്രം. സോ അവിടെ അങ്ങനെ അവർ എഴുതുകയാണെങ്കിൽ എന്തേ പറയുള്ളൂ, ലോവർ ക്ലാസ് മാൻ എന്നേ പറയുള്ളൂ. അതിനപ്പുറത്തോട്ട് അവരുടെ കാര്യങ്ങൾ വൃത്തിയായിട്ട് അവരൊന്നും പറയില്ല ഹൈ ക്ലാസിന്റെ ചരിത്രം മാത്രമേ അവർ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തില്ല, അതിനപ്പുറത്തോട്ടുള്ള ഒരു ചരിത്രവും അവര് എഴുതിയിട്ടില്ല. സോ അങ്ങനെയല്ലേ ഹിസ്റ്ററീസ് ഇൻ ദിസ് വേൾഡ് ഈച്ച് ഓഫ് ദം കൺസീവ്സ് പറഞ്ഞാൽ ഫോം ഡെവലപ്പ് അല്ലെങ്കിൽ ഡിസൈൻ എന്നുള്ളതാണ്. സോ ഈ ലോകത്തിന്റെ ചരിത്രം ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത് രണ്ട് ബ്രാഞ്ചസ് ആയിട്ടാണ്. ഒന്നുകിൽ ഹൈ ക്ലാസ്, പിന്നെ ലോവർ ക്ലാസ്. ബട്ട് ദെൻ നോട്ട് എ സിംഗിൾ വേർഡ് അബൌട്ട് മൈ റേസ്. എന്നിട്ടുമല്ല എന്തില്ല, എന്റെ റേസിനെ പറ്റി ഒരു വേർഡ് പോലും അവിടെ ഇല്ല. സോ ലോവർ ക്ലാസിനെ പറ്റി ലോവർ ക്ലാസ് എന്ന് മാത്രമേ പറയൂ, അതിന്റെ അപ്പുറത്തോട്ട് അവരെ വിവരിക്കുന്നില്ല. സോ എന്റെ റേസിനെ പറ്റി അവിടെ ഇല്ല. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വേറൊരു ലെവലിൽ ഇതിനെ എടുക്കാം. സോ രണ്ട് ക്ലാസ്സും ഹൈ ക്ലാസ് ലോവർ ക്ലാസ് എന്ന് പറഞ്ഞു. സോ ഇതിൽ രണ്ടിലും പെടാത്ത അതിലും താഴെയുള്ളതാണ് നമ്മുടെ
റൈറ്ററിന്റെ റേസ് എങ്കിൽ അല്ലെ, അപ്പോ എന്താണ്, അപ്പോഴും അത് ആ ഒരു ലൈന് അല്ലെ നമുക്ക് വേറൊരു തലത്തിൽ വായിക്കാം. സോ അങ്ങനെ ആവുമ്പോൾ അല്ലെ രണ്ട് റേസിലും പെടാത്ത മൂന്നാമതൊരു റേസ് ആയിട്ടല്ലേ, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു റേസ് ആയിട്ട് എന്റെ റേസ് മാറിയിരിക്കുകയാണ് അല്ലെ. ഞാൻ ആ ഒരു റേസിൽ പെട്ടതാണ്, ഒരു സബാൾട്ടനായിട്ട് അല്ലെ, ഒരു വളരെ വാട്ട് വി കൻ സേ ദ ലോവസ്റ്റ് വൺ എന്നുള്ളതാണ്, ഓൺ ദി റങ്സ് ഓഫ് അല്ലെ, ഓൺ ദ സോഷ്യൽ റങ് എന്നുള്ളതാണ്. സോ സമൂഹത്തിലെ കാസ്റ്റിന്റെ ഒരു ലാഡർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അല്ലെ, ആ ഒരു ലാഡറിന്റെ ഏറ്റവും താഴത്തെ സ്റ്റെപ്പ് അല്ലെ, അതായിരിക്കും എന്റെ റേസ്. എന്നിട്ടുമല്ലേ ഇവിടെ വരുന്നില്ല ഞാൻ, ഈ ഒരു ലോകത്തിന്റെ അല്ലെ രണ്ട് റേസിലും പെടുന്നില്ല എന്നുള്ളതാണ്, ഹൈ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ്. ബിക്കോസ് ഐ ബിലോങ് ടു അല്ലെ സംവൺ ഹു ഈസ് ബിഹൈൻഡ് ദാറ്റ് എന്നുള്ളതാണ്. ആ ഒരു ബിഹൈൻഡ്, ഈവൻ ബിയോണ്ട് ലോവർ ക്ലാസ് എന്നുള്ളതാണ്. ലോവർ ക്ലാസ്സിനും അപ്പുറത്തെ ലോവർ ആണ് ഞാൻ എന്നുള്ളതും ആയിരിക്കാം. സോ ആ ഒരു മീനിങ്ങിൽ നമുക്കത് എടുക്കാം. അത് വേറൊരു രീതിയിൽ അല്ലെ, ജസ്റ്റ് ട്രൈ ടു റീഡ് ഇറ്റ് ഇൻ എ ഡിഫറെന്റ് വേ. Take the two races, take the phrase two races as man and a woman, like men and women. സോ അങ്ങനെ എടുത്തു നോക്കി അല്ലെ, സ്ത്രീ വർഗം പുരുഷ വർഗം എന്നുള്ള രീതിയിൽ ഇനി ആ ലൈന് അല്ലെ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് നോക്കി. Histories in this world, each of them conceives two races അല്ലെ. സോ ഈ ലോകത്തിന്റെ ചരിത്രം രണ്ട് വർഗങ്ങളെ പറ്റിയാണ് എഴുതിപ്പെട്ടിട്ടുള്ളത്, സ്ത്രീ വർഗത്തെ പറ്റിയും പുരുഷ വർഗത്തെ പറ്റിയും അല്ലെ. എന്നിട്ടും എന്തില്ല, അവിടെ എന്റെ ചരിത്രം ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ്, സ്ത്രീ പുരുഷവർഗം അല്ലെ, നമ്മുടെ റൈറ്റർ ഒരു മെയിലാണ്, പുരുഷവർഗത്തെ പെടുത്തിക്കൂടെ, എന്നിട്ടും ഇല്ല എന്ന് പറയുമ്പോൾ അല്ലെ നമ്മൾക്ക് എന്ത് പോകേണ്ടി വരും. ആ സ്ത്രീ പുരുഷൻ എന്നുള്ള ആ ഒരു സെക്ഷൽ അല്ലെ, ആ ഒരു ക്രൈറ്റീരിയ, അതിനപ്പുറത്തോട്ടുള്ള സെക്ഷൽ അല്ലെ കാറ്റഗറീസിലേക്ക് പോയിട്ട് ചിന്തിക്കേണ്ടി വരും. സോ തേർഡ് സെക്സ് അല്ലെ, എപ്പോഴും മൈനോറിറ്റി, അതിൽ ഒട്ടും ശ്രദ്ധ കിട്ടാത്ത അല്ലെ, ഇപ്പോൾ വളരെ അടുത്ത് മാത്രം ശ്രദ്ധ കിട്ടിയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് എന്ത്, തേർഡ് സെക്സ് എന്ന് പറയുന്നത് അല്ലെ. തേർഡ് സെക്സ് കാറ്റഗറി എന്ന് ഇപ്പോൾ നമുക്ക് ഒരുവിധം ഗവൺമെന്റ് ഫോംസിലൊക്കെയും ഒരു തേർഡ് കോളം ഉണ്ട് അല്ലെ. സോ ആ തേർഡ് കോളത്തിൽ പെടുന്നത് ആരൊക്കെയാണ്, ഒന്നുകിൽ ഗേസ് അല്ലെ, ലെസ്ബിയൻസ്, ട്രാൻസ്ജെൻഡർ പീപ്പിൾ അല്ലെ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ. ഗേ, ലെസ്ബിയൻ, ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറഞ്ഞാൽ അറിയായിരിക്കും അല്ലെ. നമ്മള് ഗേ പറഞ്ഞാൽ ഒരു മെയിൽ ആൻഡ് മെയിൽ അല്ലെ, വെൻ ഒരു പുരുഷൻ അല്ലെ വേറൊരു പുരുഷനെ ആയിട്ട് സ്നേഹിക്കുകയല്ലേ, ആ ഒരു സെക്ഷൽ റിലേഷൻ ഏർപ്പെടുകയും ചെയ്ത് ജീവിക്കുന്ന ഒരു ലൈഫാണ് ഗേ ലൈഫ്. അതുപോലെ ഒരു സ്ത്രീ അല്ലെ വേറൊരു സ്ത്രീയെ സ്നേഹിക്കുകയും അല്ലെ അതിനോടെ സെക്ഷൽ ലൈഫും ലീഡ് ചെയ്യുന്നതിനാണ് ലെസ്ബിയൻ പറയാം. പിന്നെ ട്രാൻസ്ജെൻഡർ അല്ലെ, ഒരു പർട്ടിക്കുലർ സെക്ഷൽ കാറ്റഗറിയിലെ, അതായത് ഒരു പർട്ടിക്കുലർ സെക്സ് അല്ലെ ജനിച്ച ഒരാൾ, അതായത് പുരുഷനായിട്ട് ജനിച്ച ഒരാൾ എന്ത് ചെയ്യുക, സ്ത്രീ ആയിട്ടല്ലേ ശാരീരിക പരമായ കാര്യങ്ങളല്ലേ സ്ത്രീ ആയിട്ട് മാറ്റുക, അതായത് ഓപ്പറേഷനിലൂടെ സ്ത്രീയായി മാറുക, അല്ലെങ്കിൽ സ്ത്രീ ആയിട്ടുള്ള ഒരാൾ പുരുഷനായി മാറുക, ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ പറയാം ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയാം അല്ലെ. അതായത് ജെൻഡർ മാറിയവർ. സോ തൻ്റെ അല്ലെ വർഗം, തൻ്റെ ആ ഒരു റേസ് അല്ലെ, അത് ഈ ഒരു തേർഡിൽ വരുന്നവരാണോ, കാരണം അത്രയും നെഗ്ലക്ട് ചെയ്യപ്പെട്ടവരാണോ എന്നുള്ളത് നമുക്കിവിടെ വായിക്കാം. പുരുഷനിലും സ്ത്രീയിലും പെടാത്ത അല്ലെ, കാരണം ലോകത്തിന്റെ ചരിത്രം രണ്ട് രീതിയിലാണ് എഴുതപ്പെട്ടത്, പുരുഷവർഗം, സ്ത്രീവർഗം. എന്നിട്ടും അല്ലെ അവിടെ എന്റെ വർഗം വരുന്നില്ല, ബിക്കോസ് അല്ലെ വി ആർ ആസ് neglected as the third sex people അല്ലെ, people belonging to the third sex group എന്നുള്ളതാണ്. Just like a transgender, we live in a neglected condition. അങ്ങനെയല്ലേ, നമുക്കിനി പിന്നെയും വേണമെങ്കിൽ ആ ഒരു ഇതിനെ ടു റേസസ് എന്നുള്ളതിനെ പിന്നെയും കാറ്റഗറൈസ് ചെയ്ത് വായിക്കാം. എങ്ങനെ വായിക്കാം വേണമെങ്കിൽ അല്ലേ, നമുക്ക് ഈ റേസ്, ടു റേസ് എന്നുള്ളതിനെ ഹ്യൂമൻ റേസ് അല്ലെ, മനുഷ്യവർഗം എന്നും വായിക്കാം, ജന്തുവർഗം എന്നും വായിക്കാം അല്ലെ. അപ്പോഴും അല്ലെ നമുക്ക് വേറൊരു തരത്തിലുള്ള മീനിങ് കിട്ടുന്നതാണ്. സോ അങ്ങനെ ഒന്ന് വായിച്ചു നോക്കാം. Next, moving on to the next stanza. നോക്കി എന്താ പറയുന്നത്. Alas, there was nobody here, no one at all in the past to write a story of this race of mine. അല്ല എന്താ പറയുന്നത്, alas അല്ലെ, alas means
ഇറ്റ് ഈസ് വെരി സാഡ് അല്ലെ, വളരെ പരിതാപകരമാണ് അല്ലെ, വളരെ ദയനീയമാണ് ഇത്. ഏത് അലാസിന്റെ നേരെ അല്ലെ ഓപ്പോസിറ്റ് എന്താ, ഹുഴ അല്ലെ. ഹുഴ പറഞ്ഞാല് ഇറ്റ് ഈസ് വെരി ഹാപ്പി എന്നാണ്. അതായത് നമ്മളല്ലേ അലാസ് ദ കാറ്റ് ഈസ് ഡെഡ് എന്നുള്ള പറയാം അല്ലെ, അയ്യോ പൂച്ച മരിച്ചു അല്ലെ, വെരി സാഡ്. സോ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ഹുറ അല്ലെ, ഐ ഹാവ് വൺ ദി മാച്ച്, ഞാൻ മാച്ചിൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ ഹുറ അല്ലെ, ഐ ഹാവ് പാസ്ഡ് ദി എക്സാം എന്നൊക്കെ പറയും. സോ ഇവിടെ അലാസ് ആണെന്നാണ് പറയുന്നത് അല്ലെ, അലാസ് അല്ലെ, there was nobody here, അയ്യോ അല്ലെ, this is very sad that there was nobody here to write the story of my race. ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ വർഗത്തിന്റെ കവിത അല്ലെങ്കിൽ എൻ്റെ വർഗത്തിന്റെ കഥ എഴുതാനായിട്ട്. നമ്മൾ പറഞ്ഞു അല്ലെ, എന്തുകൊണ്ടാണ് ആരും ഇല്ലാതിരുന്നത്? ബിക്കോസ് ഫ്രം ദോസ് കമ്മ്യൂണിറ്റി അല്ലെ, ഫ്രം ദോസ് race no one was educated അല്ലെ, no one got education, and so subsequently they couldn't write anything അല്ലെ, in order to decorate the pages of history with the description അല്ല, with the stories of their race. അവരുടെ കഥകളല്ലേ ചരിത്ര താളുകളിൽ രേഖപ്പെടുത്താൻ അതുകൊണ്ട് തന്നെ അവർക്ക് പറ്റിയില്ല എന്നുള്ളതാണ്. No one at all in the past to write a story of this race of mine. സോ ആരും ഉണ്ടായിരുന്നില്ല അല്ലെ പാസ്റ്റില്. സോ പാസ്റ്റ് ആണ്. No one at all in the past to write the story of this race of mine. സോ നമുക്ക് പാസ്റ്റിൽ എന്ന് പറയുമ്പോൾ അല്ലെ പ്രസന്റിലെ സിറ്റുവേഷൻ മാറി എന്നവിടെ മനസ്സിലാക്കാം. അത് നെക്സ്റ്റ് ആൻസർ വരുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. സോ ഇൻ ദ പാസ്റ്റ് അല്ലെ, നോ വൺ വാസ് there to write the story of this race of mine അല്ലെ, this race of mine, ഈ വർഗം. സോ അവിടെ ഒരു അല്ലെ സ്ട്രെസ് കൊടുക്കുകയാണ് അദ്ദേഹം, ഈ വർഗം അല്ലെ, ഈ ഒരു എന്താ പറയാ അധകൃതരായി മാറ്റപ്പെട്ട അല്ലെ, ഈ ഒരു വർഗം, അങ്ങേയറ്റം തരം താഴ്ത്തപ്പെട്ട അല്ലെ, എപ്പോഴും ആളുകൾ അടിച്ചമർത്തിയ അല്ലെ, ഈ ഒരു വർഗം. സോ ഏതാണ് അദ്ദേഹത്തിന്റെ റേസ്? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ അദ്ദേഹത്തിന്റെ റേസ് ഏതാണ്? പറയാ കമ്മ്യൂണിറ്റി പെടുന്ന ആളാണ് ആറി, പൊയ്കയിൽ അപ്പച്ചൻ അല്ലെ, പറയാ കാസ്റ്റ് എന്ന് പറയും. സോ പറയാ കാസ്റ്റ് അല്ലെ, നമ്മൾ വേറെ ഒരു പേരുണ്ട് പറയാ കാസ്റ്റിന്, ആദി ദ്രാവിഡർ എന്ന് പറയും അവരെ, ആദി ദ്രാവിഡർ. സോ ദ്രാവിഡർ അല്ലെ, ആൾറെഡി ഇന്ത്യയിൽ നമ്മുടെ മറ്റുള്ളവർ വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന അല്ലെ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ആര്യൻസ് വരുന്നതിന് മുമ്പേ ഒക്കെ ജീവിച്ചിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അല്ലെ നമ്മുടെ ലാൻഡ് ഒരു ഒറിജിനലി നോക്കുകയാണെങ്കിൽ അല്ലെ, ഇന്ത്യ അല്ലെങ്കിൽ കേരളം, ഇതൊക്കെ ശരിക്കും റൈറ്റ്ഫുള്ളി അല്ലെ റിയലി ബിലോങ്സ് ടു ദോസ് പീപ്പിൾ എന്നുള്ളതാണ്, അവർക്ക് അല്ലെ അർഹതപ്പെട്ടതാണ്. സോ അല്ല പറയാ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ, ആദി ദ്രാവിഡർസ് എന്ന് പറയാം. So നോക്കി, there was nobody here, no one at all in the past. Write the story of this race of mine. ഇനി നെക്സ്റ്റ് നോക്ക് എന്താ പറയുന്നത്. നമ്മൾ പറഞ്ഞു അല്ലെ, എന്തുകൊണ്ടായിരുന്നു? ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ളത് കൊണ്ടാണല്ലേ, അദ്ദേഹത്തിന്റെ ജാതിയിൽ ആരും ഇല്ല, ബട്ട് മറ്റ് ജാതിയിലുള്ള ആൾക്കാരൊക്കെ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. Now moving on to the next stanza, the fourth stanza. The thought grieves me, therefore let me add in my own tune a few knots. So which thought grieves me? അല്ലെ, the thought, ആ ചിന്ത അല്ലെ എന്നെ ഗ്രീവ് ചെയ്യിക്കുന്നു, എന്നെ ദുഃഖിപ്പിക്കുന്നു അല്ലെ, എന്നെ വിഷമിതനാക്കുന്നു അല്ലെ, എന്നെ വേദനിപ്പിക്കുന്നു. ഏത് ചിന്ത? There was nobody here, no one at all in the past to write the story of this race of mine. എന്റെ വർഗത്തെ പറ്റി ഒരു വാക്ക് പോലും എഴുതാനല്ലേ ഇതുവരെ ആരും പാസ്റ്റിലല്ലേ കഴിഞ്ഞു പോയ കാലത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന കാര്യമല്ലേ എന്നെ അങ്ങേയറ്റം വേദനിപ്പിക്കുകയാണ്. I'm extremely sad because of the thing, because of the fact that there was nobody in the past to write out the story of my race. Not even a single word, and we were always excluded from the pages of history, just like a transgender or someone who always receive only the mockery of the people. The thought grieves me, therefore let me add in my own tune a few knots. So അദ്ദേഹം already പറഞ്ഞു കഴിഞ്ഞു, in the past ആണ് അല്ലെ ആരും ഇല്ലാതിരുന്നത്. The situation has changed. We are in the
present, and the present has really brought some rays of hope to my race. So now I am here to write out the story of my race. അല്ലെ, എൻ്റെ വർഗത്തിന്റെ കഥ എഴുതാൻ ഞാനിപ്പോ ഇവിടെ ഉണ്ട് അല്ലെ. കാരണം ഐ ഹാവ് ഗോട്ട് എഡ്യൂക്കേഷൻ അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അദ്ദേഹത്തിന് 4th സ്റ്റാൻഡേർഡ് വരെയൊക്കെ അല്ലെ എഡ്യൂക്കേഷൻ കിട്ടി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹി ഹാസ് ഗോട്ട് അല്ലെ, what we can say somewhat little bit education we can say, especially through the ക്രിസ്ത്യൻ അല്ലെ മിഷണറീസിന്റെ, അദ്ദേഹം ക്രിസ്ത്യനിലേക്ക് മാറിയപ്പോ ഓക്കെ അല്ലെ, ഒരുപാട് എഡ്യൂക്കേഷന്റെ സാധ്യതകൾ അദ്ദേഹത്തിന് തുറന്നു കിട്ടിയല്ലേ. അതുകൊണ്ട് തന്നെ അതിലൂടെ ആ ഒരു വാതിലൂടെ പോയി അല്ലെ കാര്യങ്ങളെ അപഗ്രഥിച്ച് മനസ്സിലാക്കി അല്ലെ തന്റെ വർഗത്തിന്റെ കഥ എഴുതാനായിട്ടൊരു പ്രാപ്തനായിരിക്കുകയാണ് ആരെ, നമ്മുടെ പൊയ്കയിൽ അപ്പച്ചൻ. സോ ദ പ്രസന്റ് സിറ്റുവേഷൻ ഈസ് really, what we can say, promising for him, since he has the aid of letters. If he really wants to express something through his pen, of course he can. So, unlike the past, I am going to take this out and change the histories. Because tomorrow, people who live tomorrow will not grieve that there was no one to write my something about our race, because I am here now. ഞാൻ ഇവിടെ ഉണ്ടല്ലേ, അദ്ദേഹം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, let me add in my own tune അല്ലെ, let me add in my own tune. അവിടെ ശ്രദ്ധിക്കണം അല്ലെ, my own tune ആണ്, എൻ്റെ തന്നെ താളത്തിൽ അല്ലെ, ട്യൂണിലാണ്, a few notes. സോ എൻ്റെ താളം അല്ലെ, അത് എൻ്റെ വർഗത്തിന്റെ താളമാണ്, എൻ്റെ റേസിന്റെ താളം അല്ലെ, അതെൻ്റെ ആളുകളുടെ താളമാണ് അല്ലെ, അവരുടെ ആ ലോവർ ക്ലാസ് പീപ്പിളിന്റെ ആ ഒരു ഫോക്ക് താളമാണ് അല്ലെ, അതിലാണ് ഞാൻ എഴുതാൻ പോകുന്നത്. സോ ഗ്രാമീണ താളമായിരിക്കും അല്ലെ അദ്ദേഹത്തിന്റെ വർഗത്തിന് ഉള്ളത് എന്തായിട്ടും. So in my own tune, a few notes, it will be of course entirely different from the tune of the sages of the Vedas. സംസ്കൃതത്തിന്റെ ആ ഒരു അല്ലെ കഠോരമായ അല്ലെ വാക്കുകളിൽ നിന്നുള്ള പോലെയല്ല. ഇവിടെ എന്താണ്, പട്ടിണി പാവങ്ങളായ അല്ലെ വേദനയും യാതനയും അനുഭവിച്ചവന്റെ താളം അല്ലെ, അതായിരിക്കും എൻ്റെ കവിതകളിലൂടെ നിങ്ങളിലേക്ക് കൂറി വരിക എന്നുള്ളതാണ്. A few notes. So I am going to just spill my heart out to a few notes. ഒരു കുറച്ചല്ലേ വരികളിലൂടെ ഞാനത് ചെയ്യാൻ പോവാണ്. എന്തൊക്കെയായിരിക്കാം എനിക്കിനി പറയാനുള്ളതെന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ആൻസർ നോക്കുക. The story of how the earliest occupants came to be regarded as wretched in Kerala. സോ ഞാനല്ലേ പറയാൻ പോകുന്നത് എന്താണ്, എനിക്ക് പറയാനുള്ള കഥ അല്ലെ, the story it is of how the earliest occupants came to be regarded as wretched in Kerala. So how അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു the earliest occupants അല്ലെ, അതാണെന്ത് ആദി ദ്രാവിഡർ അല്ലെ, ഏൻഷ്യൻ ദ്രവിഡാസ് എന്ന് പറഞ്ഞു നമ്മൾ അല്ലെ, പറയാ കാസ്റ്റിലുള്ളവർക്ക് ഉള്ള അവരുടെ വേറൊരു പേരാണ് എന്ത്, ആദി ദ്രാവിഡർ എന്ന്, പറയന്മാർ എന്ന് പറയുമ്പോൾ അവരുടെ പേരാണ് ആദി ദ്രാവിഡർ. സോ അവരാണല്ലേ ഇവിടെ ആര്യൻസ് ഒക്കെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ദേവർ അല്ലെ, ദ ലാൻഡ് റൈറ്റ്ഫുള്ളി ബിലോങ്സ് ടു ദം എന്നുള്ളതാണ്, അവർക്കാണല്ലേ ഈ ഭൂമി ശരിക്കും അവകാശപ്പെട്ടിട്ടുള്ളത്. സോ അങ്ങനെയുള്ളവരാണ് അല്ലെ ദ ഏർലിയസ്റ്റ് ഓക്യുപ്പൻസ് ആണ്, ഏറ്റവും ആദ്യം ഈ ഭൂമിയിൽ ജീവിച്ചു തുടങ്ങിയവരാണ് അവര്. came to be regarded അല്ലെ, ബട്ട് പിന്നെയോ അവരെങ്ങനെയല്ലേ ആ ഒരു പിന്നീട് വന്ന അല്ല ആൾക്കാർ വന്ന ശേഷം അവർ എന്തായി മാറി, came to be regarded as a wretched in Kerala. Afterwards, with the coming of the Aryans and the other people, the high class people who were really decisive in order to bring everything under the control, അവരുടെ കൺട്രോളിൽ കൊണ്ടുവന്ന ശേഷം നമ്മൾ എന്തായി, നമ്മളെയല്ലേ അവരെ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ സ്വീപ്പ് ചെയ്ത് അല്ലെ അടിച്ചു വാരി ഒരു ഭാഗത്തോട്ടാക്കി എന്നുള്ളതാണ്. Earliest occupants came to be regarded as wretched in Kerala. അല്ലെ, wretched പറഞ്ഞാൽ തകർന്നവർ അല്ലെ, ആകെ നശിച്ചവർ, നശിച്ച് നാരായണ കല്ല് പിടിച്ചവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് wretched. A person of deprived and അൺഫോർച്ചുനേറ്റ് സ്റ്റേറ്റ്, അങ്ങേയറ്റം അല്ലെ ഡിപ്രൈവ് ആയിട്ടില്ല, അങ്ങേയറ്റം ഒന്നും ഇല്ലാത്ത അവസ്ഥ അല്ലെ, ആകെ
തകർന്ന അവസ്ഥയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ അദ്ദേഹത്തിന് പറയാനുള്ളത് അല്ലെ, എന്ത് കഥയാണ്? അത്രയും വർഷങ്ങൾ അല്ലെ, അത്രയും ഒരു ലാൻഡിനെ അല്ലെ പുണർന്നുകൊണ്ട് ഒരു ലാൻഡിനെ അല്ലെ അതിന്റെ വളർച്ചക്കൊപ്പം തന്നെ അല്ലെ ആദ്യം തന്നെ ഇവിടെ എക്സിസ്റ്റ് ചെയ്ത് അല്ലെ നിലനിന്ന് വന്നിരുന്ന ഒരു വർഗത്തെ എങ്ങനെ കുറച്ച് ആളുകൾ അല്ലെ കുറെ ആൾക്കാർ ഒരു ഭാഗത്തോട്ട് അല്ലെ ഒതുക്കി, അവരുടെ പവർ കൊണ്ട് അല്ലെ ഒതുക്കി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആസ് വെറ്റഡ് ഇൻ കേരളം അല്ലെ, കേരളത്തിൽ അതാണ് സംഭവിച്ചെന്ന് അത് അദ്ദേഹം പറയുന്നത്. ഇനി നോക്ക് നെക്സ്റ്റ് സ്റ്റാൻസ. I'm not ashamed to unveil the weakness of my race, forever called the cursed progeny. അങ്ങനെ അദ്ദേഹം പറയാണ്. സോ ഇത്രയും അദ്ദേഹം പറയുമ്പോൾ അല്ലെ നമ്മള് ശ്രദ്ധിക്കണം, ഇവിടെ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. ആക്ച്വലി ഇതുവരെ അദ്ദേഹം പറഞ്ഞതല്ലേ മറ്റുള്ള റേസിന്റെ ഒരു അപാകതയാണ്. അതായത് രണ്ട് റേസും നോക്കുമ്പോൾ ഒരു റേസിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ല ഇവിടെ എന്താണ് ഒരു ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ അല്ലെ അദ്ദേഹം സ്വന്തം ആൾക്കാരുടെ വീക്ക്നെസ് എടുത്ത് കാണിക്കുകയാണ് അല്ലെ. ഈ പ്രശ്നം അല്ലെ ഇത് എന്തുകൊണ്ടല്ല, ഹൈ ക്ലാസ് ഉള്ളത് കൊണ്ട് മാത്രമല്ല, ലോവർ ക്ലാസ് അല്ലെ ലോവർ ക്ലാസ് ആയിട്ട് എപ്പോഴും നിൽക്കുന്നത് കൊണ്ടാണ് അവർ ലോവർ ക്ലാസ് ആയി പോകുന്നത് അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു അല്ലെ മാറ്റത്തിന് വേണമെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവണ്ടെങ്കിൽ എന്ത് വേണം? ജസ്റ്റ് അല്ലെ ബി കോഷ്യസ് അല്ലെ, ഉണർന്ന് പ്രവർത്തിക്കണം. സോ ലോവർ ക്ലാസ് ആയി തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ് അല്ലെ. അവരെന്ത് ചെയ്യുന്നില്ല? ഹൈ ക്ലാസ്സിലോട്ട് അല്ലെങ്കിൽ ഉയർന്നു വരാനായിട്ടുള്ള ഒരു ശ്രമവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. സോ അല്ല ഇതുവരെ നമ്മൾ പറഞ്ഞത് അല്ലെ അവന് അക്ഷരാഭ്യാസം ഒന്നും കിട്ടയില്ല. ഹൈ ക്ലാസ്സിലെ ആൾക്കാർ അതിന് അല്ലെ ഒരിക്കലും അനുവദിച്ചുമില്ല അല്ലെ. അങ്ങനെ ശ്രമിച്ചാൽ തന്നെ അവനെ ടോർച്ചർ ചെയ്യുകയാണ് ചെയ്തത്. ഇനിയിപ്പോ അല്ലെ എന്താണ് അദ്ദേഹം പറയുന്നത്? അവസ്ഥകൾ മാറാനുള്ള സമയമാണ്. സോ ഇനി പ്രവർത്തിക്കേണ്ടത് ആരുടെ ഭാഗത്ത് നിന്നാണ്? ലോവർ ക്ലാസ് മാൻ തന്നെ ഉണരണം. സോ രണ്ട് ഭാഗത്തുനിന്നും അല്ലെ ബാലൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ നടന്നാലേ എന്ത് ചെയ്യൂ, ആ ഒരു പെർഫെക്ഷനിൽ അല്ലെ ആ ഒരു ആൾക്കാർക്ക് ഉയർന്നു വരാൻ പറ്റൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി ആ ആൾക്കാരുടെ വീക്ക്നെസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. I'm not ashamed to unveil the weakness of my race. അതുകൊണ്ട് തന്നെ എന്താണ് ഇതാണ് അല്ലെ, this is the right time. You have to wake up അല്ലെ, wake up and look straight and walk to the paths of life അല്ലെ. Don't be a shadow എന്നുള്ളതാണ്. നിഴലായി പോവരുത് അല്ലെ. എന്ത് ചെയ്യണം? You just stand up and walk. So അതുകൊണ്ട് തന്നെ അല്ലെ ആദ്യം എന്ത് മനസ്സിലാക്കണം? നമ്മുടെ വീക്ക്നെസ് അല്ലെ, നമ്മുടെ വീക്ക്നെസ് ഒക്കെ മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മുടെ അല്ലെ സ്ട്രോങ് പോയിന്റ്സിലോട്ട് പോകാനായിട്ട് നമുക്ക് എപ്പോഴും മനസ്സിലാവുള്ളൂ. സോ he is not ashamed to unveil the weakness of his race അല്ലെ. ബിക്കോസ് വീക്ക്നെസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. എങ്കിലേ ആ വീക്ക്നെസ് നിന്നും എങ്ങനെ നമുക്ക് ഹൗ ടു കം ഔട്ട് ഫ്രം അല്ലെ ദോസ് വീക്ക്നെസ്സസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ വീക്ക്നെസ് ഒഴിവാക്കാൻ നമുക്ക് അല്ലെ എന്തെങ്കിലും ചെയ്യാനും അപ്പോഴേ പറ്റുള്ളൂ. സോ ആളുകളെ എന്ത് ചെയ്യുക? ബോധവാന്മാരാക്കുക അവരുടെ വീക്ക്നെസ്സിനെ പറ്റി. സോ അതാണ് ഇവിടെ പറയുന്നത്. forever called the cursed progeny അല്ലെ. സോ അവരെപ്പോഴും എന്താണ് വിളിക്കപ്പെട്ടത്? എപ്പോഴും അല്ലെ മൈ റേസ് അല്ലെ, they were always called cursed progeny അല്ലെ. പ്രൊജനി പറഞ്ഞാല് ചിൽഡ്രൻ അല്ലെ, ഓഫ് സ്പ്രിങ് എന്ന് പറയാം, തലമുറ അല്ലെ എന്നൊക്കെ പറയാം നമുക്ക്. പ്രോജനി കുട്ടികൾ, മക്കൾ അല്ലെ, തലമുറ എന്നൊക്കെ പറയും. സോ ദുഷിച്ച അല്ലെ നശിച്ച, അതായത് ശപിക്കപ്പെട്ട അല്ലെ തലമുറ എന്നുള്ള രീതിയിൽ വിളിക്കപ്പെട്ട എൻ്റെ വർഗത്തിന്റെ ആ ഒരു ബലഹീനതകൾ അല്ലെ അത് അഡ്മിറ്റ് ചെയ്യാൻ, അത് അല്ലെ തുറന്ന് സമ്മതിക്കാൻ എനിക്ക് യാതൊരു മടിയും ഇല്ല എന്നാണ് നമ്മുടെ റൈറ്റർ ഇവിടെ പറയുന്നത്. കാരണം അല്ലെ ഒരു പുരോഗതിയിലേക്കുള്ള ആദ്യ സ്റ്റെപ്പ് എന്താണ്? അത് തന്നെയാണ് അല്ലെ ടു അണ്ടർസ്റ്റാൻഡ് ദ വീക്ക്നെസ് സോ ദാറ്റ് വി ക്യാൻ എലിമിനേറ്റ് ദോസ് വീക്ക്നെസ് ആൻഡ് ലീപ്പ് അല്ലെ വിൽ ബി പോസിബിൾ ടുവേർഡ്സ് പ്രോഗ്രസ് എന്നുള്ളതാണ്. സോ അടുത്ത റങ്ങിലോട്ടല്ലേ ഒരു അടുത്ത ചവിട്ടുപടിയിലോട്ട് പോകണ്ടിക്കൽ അല്ലെ അതാണ് വേണ്ടത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം വീക്ക്നെസ്സിനെ പറ്റി പറയാം. സോ വീക്ക്നെസ് ഉള്ളവരാണ് എൻ്റെ വർഗക്കാർ എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്.
They were always called the cursed progeny. ഇനി നോക്കുക അടുത്തത്. All blame us without hesitations. Are they to blame us till this earth and sky perish? So അല്ല, മറ്റുള്ള കാര്യവും പറഞ്ഞു, അവനവന്റെ ജാതിയിലെ വീക്ക്നെസ്സും പറഞ്ഞു. അല്ലെ, ഇനി എന്ത് ചെയ്യാണ്? രണ്ടും കൂടി മിക്സ് ചെയ്ത് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുന്നു. All blame us without hesitations. അല്ലെ, എല്ലാവരും എന്ത് ചെയ്യാണ്? Everyone, അല്ലെ, everyone who really don't belong to, who really doesn't belong to his race, അല്ലെ, they simply curse him എന്നുള്ളതാണ്. Curse his people. അദ്ദേഹത്തിന്റെ ജാതിയിൽ പെടാത്ത, അല്ലെ, ഹൈ ക്ലാസ്സിൽ പെടുന്ന എല്ലാവരും എന്ത് ചെയ്യാണ്? ബ്ലെയിം ചെയ്യാണല്ലേ ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ, അതിനെ ബ്ലെയിം ചെയ്യാണ്. വിത്തൗട്ട് ഹെസിറ്റേഷൻസ്, അല്ലെ, എന്തില്ലാതെ. ഹെസിറ്റേഷൻ പറഞ്ഞാൽ ഡൗട്ട്സ്, അല്ലെ, ശങ്ക എന്ന് പറയില്ലേ നമ്മളെ, ഒരു ഡൗട്ട്സ് എന്ന് പറയും. സോ അതില്ലാതെ, അല്ലെ, യാതൊരു ഡൗട്ട്സും ഇല്ലാതെ, കൺഫ്യൂഷനും ഇല്ലാതെ, അല്ലെ, അവരെന്ത് ചെയ്യാണ്? ദേ ബ്ലെയിം അസ്, അല്ലെ, അവരെ നമ്മളെ കുറ്റപ്പെടുത്തുന്നു. And are they to blame us till this earth and sky perish? So അവരെ നമ്മൾ, അല്ലെ, അനുവദിക്കണമോ? അവരെ, അല്ലെ, എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കണമോ? എത്ര വരെ? ഈ, അല്ലെ, ഭൂമിയും ആകാശവും തകരുന്നത് വരെ, അല്ലെ, നശിക്കുന്നത് വരെ. That means till the end of this world. Are they to blame us? Or what we can say, should we, allow them to blame us like this? So ഇവിടെ എന്താ പറയുന്നത് ശരിക്കും? So he really wants a change. ഒരു മാറ്റം വേണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. So and are they to blame us till this earth and sky perish? അവരല്ലേ നമ്മളെ ബ്ലെയിം ചെയ്യണമോ? ഈ ഭൂമി, അല്ലെ, നശിക്കും വരെ. till this earth and sky perish എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഭൂമിയും, അല്ലെ, ആകാശവും. പെരിഷ് പറഞ്ഞാല് ഡിസ്ട്രോയ്, അല്ലെ, തകരുക എന്നുള്ളതാണ്. നശിക്കുക, അല്ലെ, ഡിസ്ട്രോയ്. ഷാറ്റേർഡ് എന്നുള്ളതാണ്. ആകെ തകർന്നടിയുന്നത് വരെ എന്ന് പറഞ്ഞാൽ ലോകം അവസാനിക്കുന്നത് വരെ. സോ ഇതിൽ നിന്നും ഒരു മോചനം ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. സോ മോചനം വേണമെങ്കിൽ എന്ത് വേണം? മാറ്റത്തിന്റെ, അല്ല, വക്താവായിട്ട് ആരെങ്കിലും, എന്നെ പോലെയുള്ള ആരെങ്കിലും, അല്ലെ, കടന്ന് വരണം. സോ ഞാൻ, അല്ലെ, അതിനെ തീരുമാനിച്ചു. That is why, അല്ലെ, he has made it clear there, അല്ലെ, he was going to write something, അല്ലെ, something about his race, how the people, the ancient occupants came to be regarded as wretched in Kerala. And നോക്ക് ലാസ്റ്റ് എന്ന് പറയുന്നത്. How can God, he who gave shape to all, allow this to go on? അല്ലെ, ദൈവത്തിന് എങ്ങനെ പറ്റും? എങ്ങനെയുള്ള ദൈവത്തിന്? അതാണ് പോയിന്റ്. ദൈവം, അല്ലെ, ദൈവം സർവാധിപനായ ദൈവം, അല്ലെ, സർവചരാചരങ്ങൾക്കും നാഥനായ ദൈവം, അല്ലെ, സർവചരാചരങ്ങളുടെയും സ്രഷ്ടാവായ ദൈവം. അതാണ് പോയിന്റ്. He who gave shape to all, അല്ലെ, എല്ലാ, ഒരു പൂവിനും, അല്ലെ, ഒരു ഉറുമ്പിനും, ഒരു മൺതരിക്ക് പോലും, അല്ലെ, ജീവൻ നൽകിയ, അല്ലെങ്കിൽ ഷേപ്പ് നൽകിയ, അല്ലെ, രൂപം നൽകിയ ദൈവം, അല്ലെ, അങ്ങനെയുള്ള ദൈവത്തിന് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? എന്തുകൊണ്ട് അങ്ങനെയുള്ള ദൈവം എന്ന് പറയുന്നത് ഇവിടെ എടുത്തിട്ട് ഇവിടെ, അല്ലെ, സ്പെഷ്യൽ സ്ട്രെസ് കൊടുത്ത് പറയുന്നത് എന്തിനാണ്? Because, God has created everything. So God, he has created everything. So through his hands, everything took a shape എന്നുള്ളതാണ്. So how can there be a discrimination എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലൂടെ കടന്നു വന്ന ദൈവത്തിന്റെ, ചൈതന്യം തൊട്ടറിഞ്ഞല്ലേ, അതിലൂടെ കടന്നു വന്നതാണ് എല്ലാം. ലോകത്തിൽ എന്തോ ആയിക്കൊള്ളട്ടെ, അല്ലെ, നല്ല സ്റ്റാൻഡേർഡ് ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെയും, അല്ലെ, ദൈവത്താൽ രൂപം നൽകപ്പെട്ടവരാണ്. അങ്ങനെ ഉണ്ടാവുമ്പോൾ, അല്ലെ, ദൈവസ്പർശമേറ്റ, അല്ലെ, ഒരു കൂട്ടം ആൾക്കാരെ എങ്ങനെ മാറ്റി നിർത്താൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ ചോദിക്കുന്നത്. How can God, he who gave shape to all, allow this to go on? So ദൈവത്തിന് എങ്ങനെ അത് പറ്റും? That means അങ്ങനെ ചോദിക്കുമ്പോൾ, അല്ലെ, it is a kind of rhetorical question. അതായത്, അല്ലെ, ചോദ്യം എന്താണ്, അവിടെ ആൻസർ അവിടെ തന്നെ ഉണ്ട്, അല്ലെ. Because God can't
ലെറ്റ് ഇറ്റ് ഗോ ലൈക്ക് ദിസ് എന്നുള്ളതാണ് അല്ലെ. ദൈവം ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇങ്ങനെ കാര്യങ്ങള് അല്ലെ കടന്നു പോവാൻ അനുവദിക്കില്ല. ഹി വിൽ ഓഫ് കോഴ്സ് ബ്രിങ് അല്ലെ എ ഡിഫറൻസ് ടുമോറോ, ബിക്കോസ് ദാറ്റ് ഡിഫറൻസ് അല്ലെ I can really work out for him because he never wants this kind of a difference എന്നുള്ളതാണ്. ആ ഒരു what we can say discrimination അല്ലെ. He really doesn't want such kind of a discrimination of high and low അല്ലെ, man and woman and all. Everyone has to get equal access to everything എന്നുള്ളതാണ്. How can God, he who gave shape to all, allow this to go on? So God can't let things go like this. So everything will be changed. എന്നുള്ള ഒരു ഒപ്റ്റിമിസം അല്ല, അത് ഇവിടെ ഉണ്ട്. ഒരു ശുഭാപ്തി വിശ്വാസം, ഒരു ഒപ്റ്റിമിസ്റ്റിക് നോട്ട് ഇവിടെ ഉണ്ട്. അതൊരു ചോദ്യമാണെങ്കിൽ അതൊരു ചോദ്യം അല്ല. ഇത് ജസ്റ്റ് എ സ്റ്റേറ്റ്മെന്റ് അല്ലെ, ക്ലിയർ what we can say an affirmative statement ആയിട്ടാണ് അത് ശരിക്കും നമുക്ക് അല്ലെ ഫീൽ ചെയ്യുന്നത്. ഒരു ചോദ്യമായിട്ടല്ല അല്ലെ, കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ദൈവത്തിന് അത് അനുവദിക്കാൻ പറ്റില്ല അല്ലെ, ദൈവം അത് മാറ്റും എന്നുള്ള ഒരു വിശ്വാസം അവിടെ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ കവിത. So we can end our chapter here and we will deal with another chapter in the next class. സോ കവിത എന്ത് ചെയ്യാം, ഒന്ന് വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കുക. എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.